നമ്മുടെ വീട്ടിൽ നമുക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടാവുമല്ലേ? അതൊന്നുമില്ലാതെ നമ്മുടെ വീട് നമുക്ക് സങ്കല്പിക്കാൻ കൂടെ ആവില്ല. അപ്പോൾ ഈ ഒരു ഊഞ്ഞാല് എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആളാണ്. മതിൽ പണിക്കും പെയിൻ്റ് അടിക്കൊക്കെ വേണ്ടി അഴിച്ചു വെച്ച അന്ന് മുതൽ ഇത് തിരിച്ചു കെട്ടണതിനെ പറ്റി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ആലോചിക്കാറുണ്ട് കേട്ടോ. എൻ്റെ ചാനല് പണ്ട് തൊട്ടേ കണ്ടിട്ടുള്ളവർക്കറിയാം, ഈ ഒരു ഊഞ്ഞാല് എൻ്റെ വീഡിയോസിൽ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. ഇത്രയും ചെറിയ കാര്യത്തിന് ഞാൻ എന്തിനാണ് ഇത്രയും ഹൈപ്പ് കൊടുക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ ചില ചെറിയ കാര്യങ്ങൾ എല്ലാവർക്കും അത് ചെറിയതായിരിക്കണം എന്നില്ല. ഒരു ഊഞ്ഞാൽ കെട്ടാൻ വേണ്ടി പഞ്ചായത്തിലെ മുഴുവൻ ആൾക്കാരുണ്ടല്ലോ എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപോലെ ഇരുന്ന് ആടാൻ പറ്റുന്ന ഊഞ്ഞാലായോണ്ടാണ് എല്ലാവർക്കും ഇത്ര ആവേശം കേട്ടോ. അമ്മയാണെങ്കിൽ പ്രത്യേകിച്ച് പണിയൊന്നും എടുത്തിട്ടില്ല, എന്നാലും കെട്ടൊക്കെ മുറുകിയിട്ടില്ലേ, അവിടെ കെട്ടിയത് ശരിയല്ലേ, ഇവിടെ അഴിച്ചത് ശരിയല്ലേ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഒരു സൂപ്പർവൈസർ കളിക്കാൻ വന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് ഉപദേശമൊക്കെ തന്നിട്ട് ആളാളുടെ പാട്ടിന് പോയി. ഊഞ്ഞാലകെട്ടില് സമയം നീളും തോറും പിള്ളേരുകൾ അവരവരുടെ കളിയിലേക്കും പോയി. പിന്നെ ഞാനും ചേച്ചിയും മാത്രമായിട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി ധൈര്യത്തോടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇരുന്നത്. പക്ഷേ ഇത് നല്ലോണം സ്ട്രെച്ച് ചെയ്ത് വരുന്ന ഒരു ഊഞ്ഞാലായതുകൊണ്ട് പെട്ടെന്ന് താഴ്ന്നു പോയിട്ടോ. പിന്നെ ഞങ്ങൾ വീണ്ടും അത് വീണ്ടും അഴിച്ച് മുറുക്കി കെട്ടി ലാസ്റ്റ് ആയപ്പോഴാണ് ഇതൊന്ന് റെഡിയായി കിട്ടിയത്. ഒരു 3-4 വർഷം മുന്നാണ് നമ്മുടെ ഇവിടെ ഒരു ലോൺ ഏരിയ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഞങ്ങൾ 3 പേരുടെ പ്ലാനിലും ഈ ലോൺ ഏരിയയിലെ സെന്ററിൽ ഒരു ഹാമോക്ക് എന്നുള്ളത് ഒരു ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പണികൾക്ക് വേണ്ടി അഴിച്ചു വെച്ചപ്പോൾ നമുക്ക് ഭയങ്കര ഒരു മിസ്സിങ് ഫീൽ ആയിരുന്നു കേട്ടോ. ഇപ്പം എന്തായാലും സെറ്റ് ആയിട്ടുണ്ട്. നേരത്തെ ഉപദേശമൊക്കെ തന്ന് പൊടിയും തട്ടിപ്പോയ ആള് ഊഞ്ഞാലകെട്ടൽ കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നിരുന്ന് ചെക്ക് ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഞാനും പിള്ളേരും രാത്രി ആകുന്നിടം വരെ ഇതിനകത്ത് തന്നെയായിരുന്നു കേട്ടോ.